ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് ഒരു വലിയ ടോപ്പിക് ഒന്നുമല്ല, പക്ഷേ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ആ ഒരു ഫ്രേസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നത് ഒരു ഫ്രേസ് ആണ്. ഇതിൻ്റെ മീനിങ് ടു ബിഗിൻ ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുക എന്നാണ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ തുടങ്ങാൻ പോകുന്നു, ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ചോദിക്കാം, നമുക്ക് തുടങ്ങാം എന്ന്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ആ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ആ ഒരു ഫ്രേസ് എങ്ങനെയാണത് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗെറ്റ് പ്ലസ് അഡ്ജക്റ്റീവ് ആണ് അത്. സ്റ്റാർട്ടഡ് എന്നത് സ്റ്റാർട്ട് എന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം ആണ്. പക്ഷേ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ ആ ഒരു V3 ഫോം, സ്റ്റാർട്ടഡ് എന്ന V3 ഫോം അവിടെ ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. അപ്പോൾ ഗെറ്റ് പ്ലസ് സ്റ്റാർട്ടഡ്, ഗെറ്റ് പ്ലസ് അഡ്ജക്റ്റീവ് ആണ് അവിടെ. അങ്ങനെ വരുമ്പോൾ അതിനൊരു പ്രത്യേക മീനിങ് കിട്ടുന്നു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെറ്റ് മാരീഡ് എന്ന് പറഞ്ഞാൽ അവിടെ മാരീഡ് എന്നുള്ള ആ ഒരു വേർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് മാരി, അത് അവിടെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഗെറ്റ് എക്സൈറ്റഡ്, എക്സൈറ്റഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഗെറ്റ് എന്നുള്ള ആ ഒരു വേർബും ഒരു അഡ്ജക്റ്റീവും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് മീനിങ് കിട്ടുകയാണ്. അപ്പോൾ ഗെറ്റ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആവുക എന്നാണ്. ഗെറ്റ് മാരീഡ് എന്ന് പറഞ്ഞാൽ ടു മാരി, വിവാഹം ചെയ്യുക അല്ലെങ്കിൽ വിവാഹിതനാവുക എന്നാണ്. ഗെറ്റ് മാരീഡ്, ഹീ ഈസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ്, അവൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നാണ്. ഹീ ഗോട്ട് മാരീഡ് എന്ന് പറഞ്ഞാൽ അവൻ വിവാഹിതനായി എന്നാണ്. ഗെറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് വരുന്നത്. ഗെറ്റിംഗ്, ഗെറ്റിംഗ് മാരീഡ്, ഗെറ്റ് മാരീഡ്. ഹീ ഈസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ് എന്ന് പറയുമ്പോൾ ഗെറ്റ് മാരീഡ് ആണ് ഉപയോഗിച്ചത്. ഹീ ഈസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ ഗെറ്റ് എന്നുള്ള ആ ഒരു വേർബിന് അവിടെ മീനിങ് ആവുക എന്നതാണ്. പലപ്പോഴും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് വരുന്നത് ഗെറ്റ് എന്നുള്ള ആ ഒരു പാർട്ടിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഗെറ്റ്, ഗെറ്റിംഗ് അവിടെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ അഡ്ജക്റ്റീവിൻ്റെ പാർട്ടിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഷീ ഗെറ്റ്സ് എക്സൈറ്റഡ്, അവൾ എക്സൈറ്റഡ് ആവുന്നു എന്നുള്ള മീനിങ് ആണ്. ഷീ ഈസ് ഗെറ്റിംഗ് എക്സൈറ്റഡ്, അവൾ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഷീ ഗോട്ട് എക്സൈറ്റഡ്, അവൾ എക്സൈറ്റഡ് ആയി. ഗെറ്റ്, ഗെറ്റിംഗ്, ഗോട്ട്, അങ്ങനെ അവിടെയാണ് വേർബിന് ഡിഫറെൻറ്റ് ടെൻസ് അനുസരിച്ചും ഒക്കെ മാറുന്നത്. പക്ഷേ എക്സൈറ്റഡ് എന്നുള്ള ആ ഭാഗത്ത് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്ക് തുടങ്ങാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ ഒരു മീറ്റിങ്ങോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പക്ഷേ ലെറ്റ്സ് ബിഗിൻ, ലെറ്റ്സ് സ്റ്റാർട്ട്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങളുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഫോർമലായിട്ടുള്ള ഒരു വേ അല്ല. ലെറ്റ്സ് ബിഗിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫോർമലായി. പക്ഷേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ അതിന് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ ഒരു ഫങ്ഷനോ ഒക്കെ ആവുമ്പോൾ നമ്മൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫങ്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ആ ഫംഗ്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആ മീറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി, ഇപ്പോൾ ഒരു മീറ്റിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാവും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത്. പിന്നീട് അവിടെ എന്ത് ഫംഗ്ഷനാണോ അല്ലെങ്കിൽ എന്ത് മീറ്റിംഗ് ആണോ എന്ത് കാര്യമാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദ ക്ലാസ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് 10 o'clock, ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്, ഇറ്റ്സ് 10 o'clock, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, അത്രേ ആവശ്യമുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് ആ വേർഡ് കൂടുതലായി ആ വേർഡ് പിന്നെയും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, അതല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയാം എന്താണ് എന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നേ ആവശ്യമുള്ളൂ.
അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.